യുദ്ധമാണോ എന്ന് ചോദിച്ചാൽ യുദ്ധമാണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ ഒരു വിഭാഗം ആളുകൾ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ഇതെങ്ങനെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു രൂപവുമില്ലാതെ നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്തായാലും അതിർത്തിയിലുള്ള ജില്ലകളാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആ പത്രത്തിൽ ആ ഒരു ഫോട്ടോ കണ്ടിരുന്നു. ജമ്മു കാശ്മീരിലെ റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകാനായിട്ട് ട്രെയിൻ കാത്തൊക്കെ നിൽക്കുന്നു. അപ്പോൾ അവരുടെ അവശ്യ വസ്തുക്കളുമായിട്ട് ബാഗുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പ്രായഭേദമന്യേ. ഇതൊക്കെ നമുക്ക് പണ്ട് ഒരു അന്യമായി നിന്നൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഇപ്പം ഇസ്രായേൽ, പാലസ്തീൻ, യുക്രൈൻ, അങ്ങനെ ഓരോരോ രാജ്യങ്ങളിലും ഈ യുദ്ധം ഒക്കെ നടക്കുമ്പോൾ നമ്മളുടെ സ്ഥിരം കാഴ്ചയായിരുന്നു ഇങ്ങനെ ഓരോരുത്തരുടെയും പലായനത്തെക്കുറിച്ച്. അപ്പം നമുക്കൊരിക്കലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലും അല്ല നമ്മുടെ രാജ്യത്തും ഉണ്ടാകുമെന്ന്. പക്ഷേ ഇന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പല വീടുകളും അവരുടെ ഷെല്ലാക്രമണത്തിലും മറ്റും മേൽക്കൂരയൊക്കെ തകർന്ന് നിൽക്കുന്നു. അത് നോക്കിക്കൊണ്ട് നിറഞ്ഞ് കണ്ണീരോടുകൂടി നിൽക്കുന്ന ആ വീടിൻ്റെ ഉടമസ്ഥർ, അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് പത്രം തുറന്നു കഴിഞ്ഞാൽ ഇപ്പം കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിതൊന്നും ഇങ്ങനെ വാർത്തയിലൂടെ അല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിക്കാതെ സുഖമായി സമാധാനത്തോടു കൂടെ കിടന്നുറങ്ങുകയാണ് അല്ലേ. ഒരു സമാധാനവുമില്ലാതെ കുറേ ആളുകൾ ഇന്നൊക്കെ പത്രത്തിൽ കേൾക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ വരെ മരിച്ചു വീഴുകയാണ്. അത് വേറൊന്നുമല്ല, ഇവർ ഇങ്ങനത്തെ ആക്രമണത്തിൻ്റെ ഓരോ വീടുകളിലൊക്കെ ചെന്നാണ് ഷെല്ലുകളൊക്കെ വീഴുന്നത്. അപ്പം ആ വീട്ടിലുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ സേനയുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ അതിൽ പെടുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു പ്രശ്നം തുടങ്ങിയതിന് ശേഷം സ്ഥാന വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ജീവനുകൾ നഷ്ടമാകുന്നുണ്ട്. അവരുടെ കുറേ ആളുകൾ മരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളുടെയും ആളുകൾ മരിക്കുന്നുണ്ട്. നമ്മളുടെ ഭാഗം ജയിച്ചു നിൽക്കുന്നു എന്നുള്ള ആശ്വാസം മാത്രമാണ് നമുക്ക് ഉള്ളത്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത ഓരോ വ്യക്തികൾ അല്ലേ, അവരുടെ ബന്ധുക്കൾ, വീട്ടുകാർ, അതെല്ലാം നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. എനിക്കന്ന് ഭയങ്കരമായിട്ടും വിഷമം തോന്നിയത് ആ റെയിൽവേ സ്റ്റേഷനിലെ ആളുകൾ നിൽക്കുന്നത്. നമ്മളൊക്കെ ഇല്ലേ എത്ര സമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങും. ഇപ്പോൾ അവർക്ക് ഉറങ്ങാനായിട്ട് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർക്ക് ആശ്രയിക്കാനായിട്ടുണ്ടായിരുന്ന ആ വീട് വിട്ട് ഇറങ്ങാനായിട്ട് പറഞ്ഞേക്കുകയാണ്. അവിടെ അത്ര പ്രശ്നമുള്ളത് കൊണ്ടാണ് അവരുടെ ജീവനും കൊണ്ട് പോകാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വൃദ്ധർ കാണും, ഗർഭിണികൾ കാണും, കൈക്കുഞ്ഞുങ്ങൾ കാണും അല്ലേ, സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പഠിക്കുന്നവർ കാണും. അതുപോലെ തന്നെ നല്ല നല്ല ജോലികൾ, അവരുടെ സർവ്വസമ്പാദ്യങ്ങൾ, അവരുടെ വളർത്തുമൃഗങ്ങൾ, അവരുടെ വരുമാന മാർഗം, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അത്യാവശ്യം കയ്യിൽ കരുതാനുള്ളതും കൊണ്ടാണ് അവർ വീട് വിട്ടിറങ്ങിയിരിക്കുന്നത്. അതൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയല്ലേ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പം താമസിക്കുന്ന വീട്, അത് ചെറുതും വലുതോ എങ്ങനെയുള്ളതോ ആയിക്കോട്ടെ, ഒരു വീട് എന്ന് പറയുമ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലം താമസിക്കാൻ അല്ലേ, രാത്രികാലങ്ങളിൽ എന്ന് പറയാം. പ്രത്യേകിച്ച് രാത്രിയിലാണല്ലോ നമുക്ക് എപ്പോഴും സുരക്ഷിതത്വം കൂടുതൽ വേണ്ടത്, ഇരുട്ടാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ സൂര്യൻ്റെ സാന്നിധ്യമില്ലാത്ത ആ രാത്രിയിൽ നമുക്കൊന്ന് സുരക്ഷിതമായി കിടന്നുറങ്ങാനുള്ള ഒരു വാസസ്ഥലം, അതാണല്ലോ നമ്മുടെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ചെറിയ വീടുകളൊക്കെ ഒരു മുറി, അതിലെല്ലാവരും കിടന്നുറങ്ങുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഓരോരോ മുറികളും കാര്യങ്ങളും ഒക്കെ ആയി. എങ്കിലും എത്ര വലിയ വീട് വെച്ചാലും ഇല്ലേ, ഒരു ദിവസം നമ്മളോട് പറയണ ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നു, ഈ ഏരിയയിലാണ് പ്രശ്നം, അതുകൊണ്ട് നിങ്ങൾ
എന്താണോ നിങ്ങളുടെ കയ്യിൽ കരുതാൻ പറ്റുന്നത് അതുമായിട്ട് ഇവിടെ നിന്ന് മാറി താമസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വീട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ ഇറങ്ങാൻ പറയുന്നു. അത് മാത്രമല്ല, നമ്മളങ്ങനെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും നമ്മൾ സ്വന്തമാക്കിയ വീട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ തകർന്നു എന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പം നമ്മുടെ പ്രശ്നം ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല എന്ന് കരുതി ജീവിക്കുന്ന പറ്റ ആളുകളുണ്ട്. അത് ഉറപ്പായിട്ടുണ്ട്, എനിക്കറിയാം ചിലരെയൊക്കെ. അത് അവിടെയല്ലേ നടക്കുന്നത്. നമുക്ക് പ്രശ്നമില്ലല്ലോ, എനിക്ക് പ്രശ്നമില്ലല്ലോ എന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അവരാരെങ്കിലും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക, നിങ്ങൾക്കും നാളെ ഇതുപോലത്തെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? യുക്രൈനിലെ ആ ഒരു യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഒരുപാട് പലായനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായപ്പം നമ്മൾ ഓർക്കുന്നത് നമ്മുടെ സ്ഥലത്തൊന്നും ഇല്ലല്ലോ, അങ്ങോട്ട് മാറിയല്ലേ എന്ന് ചിന്തിക്കുന്നു. 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു ഈ ആക്രമണം മൂലം. എവിടെ നിന്ന് തുടങ്ങി, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അപ്പോൾ ഇന്നലെ വെടിനിർത്തലിന് വേണ്ടിയിട്ട് കരാറുണ്ടാക്കുന്ന അതിന് കാര്യം, പക്ഷേ വീണ്ടും അവരൊന്ന് സൈലൻ്റായിട്ടിരിക്കും, വീണ്ടും തുടങ്ങും. അപ്പോൾ അതിൽ ഇപ്പം മൂന്നാമതൊരു കക്ഷിയുടെ ആവശ്യമില്ല എന്ന രീതിയിലാണ് പറയുന്നതെങ്കിലും അത് ഏത് രീതിയിലൊക്കെ മുന്നോട്ട് പോകും എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും എല്ലാവരും വിശ്വസിക്കുന്ന ആ ശക്തിയോട് പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് ഇതെല്ലാം സമാധാനത്തിൽ അവസാനിച്ച് ഇനിയും ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ല മനസ്സെല്ലാവർക്കും ഉണ്ടാവണേ എന്ന്. നമ്മളാരും അങ്ങോട്ട് ചെന്നൊന്നും ചെയ്തതല്ല. എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതൊക്കെ ആ ഒരു ഇതിൽ പോട്ടെ. പക്ഷേ എല്ലാം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനസ്സുകൾക്കും താങ്ങാനാവാത്തതാണ്. ആ ഒരു കാഴ്ച അല്ല കയ്യിൽ കിട്ടിയതും കൊണ്ട് യാത്ര തിരിക്കുന്ന ഒരവസ്ഥ, എവിടേക്ക്, എങ്ങനെ ജീവിക്കും, കുട്ടികളുടെ പഠിത്തം, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ പഠിത്തം എവിടെ താമസിക്കും, എന്ത് ജോലി ചെയ്യും, എങ്ങനെ വരുമാനം വരും, എങ്ങനെ ഭക്ഷണം കഴിക്കും ഇല്ലേ? നമുക്ക് അതിലൊന്നും നമ്മൾ തിരിച്ചു പറയുന്നത്, ഇതിനൊക്കെ നമ്മളുടെ ഗവൺമെൻറ് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അത് എത്ര നാൾ അല്ലേ? അത് എല്ലാവർക്കും കിട്ടുമോ? എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ കിട്ടിയാലും അവരവരുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആ ഒരു സന്തോഷവും സംതൃപ്തിയും മറ്റെവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല അല്ലേ? കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ നടന്ന് ആ ഒരു ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. കുട്ടികളുടെ പഠിത്തം, ആ നാട്ടിലെ ഭാഷ എല്ലായിരിക്കും മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ഭാഷ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അല്ലെങ്കിൽ അതിനനുസരിച്ച് ഗവൺമെൻറ് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റണം. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതെല്ലാം കൂടെ എളുപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മളിപ്പം വെള്ളപ്പൊക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അത്യാഹിതങ്ങൾ പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മളെന്തായാലും നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് നിൽക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകും. ബന്ധുക്കളും നമ്മളെ വിളിക്കും, വരൂ എന്നും പറഞ്ഞ് നമ്മളെ വിളിക്കും. അപ്പം നമ്മൾ അവരെ അത്ര കാര്യമായിട്ട് വിളിക്കുമ്പോൾ നമ്മളും പോകും, നമ്മളെല്ലാവരുമായിട്ട് പോകും. പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് അതൊക്കെ നല്ലോണം ഭയങ്കര കാര്യമായിരിക്കും. പിന്നീട് എന്താണ്, ഓരോ ദിവസം ചെല്ലുന്തോറും അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങും. അതിപ്പോൾ എത്ര സ്നേഹമുള്ളവരായാലും അങ്ങനെയാണ്. കാരണം എല്ലാവർക്കും അവരുടെ വീട്ടിലൊരു പ്രൈവസി ഉണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ പ്രൈവസിക്കൊരു ബുദ്ധിമുട്ടാവും, ഒരു കോട്ടം തട്ടും. അപ്പം തീർച്ചയായിട്ടും അവരാലോചിക്കും, ഇവർ വന്നതുകൊണ്ടാണല്ലോ അങ്ങനെ, ഇവർ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ അല്ലേ? ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരും. പിന്നെ ആ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ചെല്ലുന്നവർ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ചെയ്യുമായിരിക്കും. എങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരും, ഭക്ഷണ കാര്യത്തിലുമായാലും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന്
ചെറിയതായാലും ഒരു വാടക വീട്ടിലേക്ക് മാറുന്നതാണ് ഏറ്റവും ഉത്തമം. അവർക്കും നല്ലത്, നമുക്കും നല്ലത്, അല്ലേ? ആ ഉള്ള സ്നേഹബന്ധം ഇല്ലാണ്ടാവാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമാകും. അപ്പോൾ ആ ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറുക എന്നുള്ളത് തന്നെ, അല്ലേ? ചിലർ എത്ര വലിയ ബന്ധമാണെങ്കിലും ആ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാവാൻ തുടങ്ങും. കാരണം അതാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് മനുഷ്യ സഹജമാണ്. കാരണം എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്, അതുകൊണ്ടാണ്. ചിലരൊക്കെ കണ്ടില്ല, ഔട്ട് ഹൗസൊക്കെ ഉണ്ടാക്കിയിടും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അവിടെ അവർക്ക് സമാധാനമായിട്ട് പോകാം, അല്ലേ? അങ്ങനെയൊക്കെ ജീവിക്കുന്നു, അപ്പോൾ കുഴപ്പമില്ല, വെളിയിലാണ്, നിങ്ങളവിടെ താമസിച്ചോളൂ. ആ സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന് ഫുഡിനുള്ളതൊക്കെ റെഡിയാക്കി എല്ലാവരും കൂടെ കഴിച്ച് അങ്ങനെയൊക്കെ പ്രശ്നമില്ല. പക്ഷെ ഒരു വീടിനകത്ത് തന്നെയാണ് വരുന്നവരും പോകുന്നവരും എല്ലാവരും കൂടെ ആണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഞാൻ യുദ്ധത്തിന് മുമ്പ് ഈ പ്രശ്നം ഉണ്ടായപ്പോഴും ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പം നമുക്ക് ആവശ്യം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ വിളക്കുകൾ കൊളുത്തി വെച്ചിട്ട് അതിന് കാണിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. എന്താണ്? ഈ നമ്മുടെ പട്ടാളക്കാർക്ക്, നമ്മളെ ജീവൻ രക്ഷിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ്, നമുക്കൊരു പിൻബലം അല്ല പിന്തുണ അറിയിച്ചുകൊണ്ട് ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ഈ സമയത്ത് ചെയ്യാം. അതാണ് വേണ്ടത്. പക്ഷെ ഞാൻ അത്തരത്തിലുള്ള ഒരു വാർത്തയും ഇതുവരെയും ഞാൻ എങ്ങും കണ്ടില്ല. ഞാൻ കാണാത്തതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ദിവസമായിട്ടും ആ പിന്തുണയുമായിട്ട് ആരെങ്കിലും രംഗത്തേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഒരു വിഷമഘട്ടത്തിൽ നമ്മളെന്താണ് പിന്തുണയാണ് നൽകേണ്ടത്. അവരെ പ്രോത്സാഹിപ്പിച്ച് നിൽക്കുക, നമുക്ക് കുഴപ്പമില്ല, ഞങ്ങളുണ്ട് എന്ന് ഒരു വാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടാകുന്നതാണ് ഏറ്റവും വലുത്, അല്ലേ? എത്ര വലിയ പ്രശ്നവും നമുക്ക് ധൈര്യമായിട്ട് നേരിടാൻ പറ്റും. ഞാനുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ മുന്നിലേക്ക് വന്നാൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പറയാം, ഞങ്ങളെല്ലാവരും, ഇന്ത്യയിലെ ഓരോ വ്യക്തിയും ഓരോ ജനങ്ങളും എല്ലാവരും തന്നെ എന്താണ് നമ്മുടെ ഓരോ ഫോഴ്സിനും സപ്പോർട്ടായിട്ടുണ്ട് എന്ന് തെളിവാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനൊക്കെ കഴിവുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക. എന്തായാലും ഇനിയും അധികം നാൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് തീർന്ന് എല്ലാം സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം. ഒരിക്കലും യുദ്ധം വിജയത്തെ നൽകില്ല, പരാജയത്തെ മാത്രമേ നൽകുള്ളൂ, അല്ലേ? നമുക്കറിയാം എത്രയോ രാജാക്കന്മാരെക്കുറിച്ച്. എന്തായാലും എത്രയും പെട്ടെന്നെല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ.